സ്കിന്നാണ്, ഡ്രീമിൻ്റെ സ്കിന്നാണ്. ഞാനൊരു പാക്ക് വഴി എടുത്താണ്. അപ്പം ഞാൻ ആർമർ വഴി കാണിക്കാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട, പക്ക ഡ്രീമാണ്. ഞാൻ ഡ്രീമായി മാറി. നമ്മുടെ ഡ്രീം വിരമിച്ചു. അപ്പോൾ ഞാൻ പുതിയ ഡ്രീം. അതെ, അപ്പോൾ അധികം പറഞ്ഞൊന്നും വൈകിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ സ്റ്റെപ്പ് മൈനിങ് ആണ്. മൈനിങ്. അപ്പം ഒരുപാട് സ്ഥലത്തൊക്കെ പോയി കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു. വർക്കെല്ലാം തീർത്ത് വന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് സമയങ്ങളെല്ലാം ചെയ്യാം. ഫസ്റ്റ് അയൺ പിക്കാക്സ് എടുക്കുക. പിന്നെ ഒരു കോപ്പർ വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കണം നമുക്ക്. കോപ്പർ വെച്ചൊരു പിക്കാക്സ്. ആ കോപ്പർ വെച്ചൊരു പിക്കാക്സ് പിന്നെ സ്റ്റോൺ വെച്ചൊരു പിക്കാക്സും കൂടി ഉണ്ടാക്കണം. ഞാൻ മറന്നായി. കോപ്പർ എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ ഇതിനകത്ത് ഇതുണ്ട്. ഓക്കെ, ഇത് ഓക്കെ. ഒരു ഹെൽമെറ്റും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയി കിട്ടും. സ്റ്റോൺ പിക്കാക്സ് എടുക്കണം. നമുക്ക് ഇതിനകത്ത് സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു അയൺ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് പിക്കാക്സിനകത്ത് നിന്ന് എടുത്തിട്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ആർമർ ഉണ്ടാക്കാം. ഓക്കെ, കംപ്ലീറ്റ് അയൺ ആർമർ ആൻഡ് ടൂൾ. കണ്ട ഗൈസ്, അയൺ ആർമർ ആൻഡ് ടൂൾസ് അല്ല, അയൺ ആർമർ. ഓക്കെ, ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ പഴയ ആർമർ ടൂൾസൊക്കെ എടുത്ത് ഇതിനകത്ത് വെക്കണം ഗെയ്സ്. എന്നാലേ ബാക്കി പരിപാടി നടക്കുള്ളൂ ഗെയ്സ്. ഓക്കെ, എല്ലാം സെറ്റപ്പ്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇനി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാം, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ കാര്യത്തിൽ നമുക്കൊരു കേവ് അങ്ങ് കണ്ടുപിടിക്കണം. അപ്പോൾ കേവ് കണ്ടുപിടിക്കാൻ കുറച്ച് മൈൻഡ് ചെയ്തിട്ട് നമുക്ക് കേവ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ കേവ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കേവ് കണ്ടുപിടിച്ചിട്ട് വരുന്നു. അപ്പോൾ ഞാൻ കേവ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരുപാട് നേരം ആവുന്നു ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത് പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കേവ് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ താഴത്ത് പോകാനായിട്ട് ലാബ് സെറ്റപ്പ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ടോർച്ച് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്ക് കണക്കിന് 6 സ്റ്റാക്ക് ടോർച്ച് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലും കൂടി ഇരിക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഇടാൻ പറ്റും. നമ്മുടെ ടോർച്ച് കളക്ട് ഈ കൂടെ ഇറക്കി നമ്മൾ മൈൻഡ് ചെയ്യാനുള്ള സാധനം കൊടുത്താൽ നമുക്ക് ഡയമണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും പറ്റുന്നത്ര മൈൻഡ് ചെയ്യാം. നമ്മൾ 4 മണിക്ക് തുടങ്ങിയതാണ്. നമ്മളൊരു 5 മണി വരെയാണ് നമ്മളുടെ എനിക്ക് കളിക്കാനുള്ള ടൈം, ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ടൈം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അത്ര ലോങ് ആകാൻ പാടില്ല, കുറച്ച് ഷോർട്ട് ആവില്ല. അപ്പോൾ കുറച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്തണം. അപ്പം എന്താ പറയുക, നമുക്ക് പോയിട്ട് ആ ബെഡ് എടുത്തിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അയ്യോ ഞാൻ ഞാൻ ബുദ്ധിയില്ലാത്ത ഏതൊക്കെ ജസ്റ്റിനത് കൊണ്ടുവന്ന് നോക്കുക. ഇവിടെ ഏത് ഓട്ടം പിന്നെ നൈറ്റ് ഉറങ്ങിട്ടോ നിയർ ബൈ നോട്ട് റെസ്റ്റ്. നേരെ വിട്ടോ നേരെ പോയിക്കുന്നേ. അയ്യോ ഗൈസ്, ക്രീപ്പറൊക്കെ വരുന്നു. അയ്യോ ചത്തി. ഞാൻ വിചാരിച്ച ഫുഡ് എടുത്തില്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചാണിപ്പോൾ. ഓക്കെ, ഈ ബെഡ് എടുത്തോണ്ടിട്ട് താഴെ റീഫോൺ വേണ്ടി വെച്ചിട്ട് അവിടെ നല്ല മൈൻഡ് ചെയ്യണം. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. റിസ്ക് എടുക്കാൻ വഴിയിടുന്നില്ല. അപ്പോൾ ഇമ്മാതിരി റിസ്ക് എടുക്കുക എന്നെ കൊണ്ട് വരും. അയാളൊന്നും റീഫോൺ വേണ്ടി വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങി വെച്ചു. കേവായിട്ട് സോംബീനൊന്നും കാണാനില്ല. കൊണ്ട് വിട്ടു വരും. ബാക്കിനെറ്റ് കാര്യം ചെയ്യണം. ഈ മാറ്റിയിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. നമ്മളിവിടുന്ന് മൈൻഡ് നോക്കാം. ടോർച്ചൊക്കെ ഇവിടെ മാക്സിമം വെച്ചിട്ട് അയണൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അയണൊക്കെ നമുക്കിനി കുറച്ച് അത്യാവശ്യം ഈ ഒരു എർലി ഗെയിമിൽ നമ്മൾ അയൺഫാം സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് സാധനം വേണ്ടേ.
ഇവിടെ അയണൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്ന കാര്യമാണ് കേട്ടോ. പുള്ളി ഇരുട്ടാണല്ലോ. പക്ഷെ അവിടെ കുറെ അയണുണ്ട്. നമുക്കിപ്പോൾ അയൺ ഭയങ്കര അത്യാവശ്യം സാധനമല്ലേ, നമുക്ക് എടുത്തേക്കാം. വിളിച്ചോണെങ്കിൽ കുറച്ചുള്ളൂ. ബിൽഡിംഗ് ബ്ലോക്കൊക്കെ എടുക്കേണ്ടതാണ് ചുറ്റും മൈനിയാണ്. ഞാൻ പിന്നെ ഒന്നും എടുക്കാതെ പോകും. എല്ലാം ചെറുപടേന്നായിരുന്നു. പിറ്റാക്സ് ഉണ്ടല്ലോ, വേണമെങ്കിൽ കളക്ട് ചെയ്താൽ മതി. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിനെല്ലാം സാധനം ഉണ്ടോ. എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് എടുക്കേണ്ട പ്ലാൻ ചെയ്തത് ഞാൻ എല്ലാം വിട്ടുപോയി ഒറ്റ തിരക്കിൽ. പ്ലാനുണ്ട്. ഓരോ ബ്ലോക്ക് കുഴിക്കുമ്പോൾ സേഫ് അത് എൻ്റെ കയ്യിൽ നിന്ന് നടക്കൂല. റോട്ടിൽ കുറിച്ച് ബൊമ്പയാണ് കിട്ടും. ബൊമ്പയാണ് നല്ല രീതിയും കിട്ടുന്നുണ്ട്. പക്ഷെ താഴെ പോയതുകൊണ്ടൊക്കെ എനിക്ക് അത്ര കിട്ടുള്ളൂ. ഇതിലൂടെ വീണ് ചത്തയിൽ അവിടെയല്ലേ റിസ്പോൺ ആവും. കുഴപ്പമില്ല. ആ വാട്ടർ ബക്കറ്റ് കൊണ്ട് നമുക്ക് ഏറ്റവും വാട്ടർ ബക്കറ്റ് അത്യാവശ്യമാണ്. കയ്യിൽ വെച്ചിട്ടുള്ളൂ. സ്പൂണർ സ്പൈഡറിന്റെ സ്പൂണർ. എടാ അവൻ എൻ്റെ മലര്. എൻ്റെ ഗായ്സ്, ഒരു സ്പൂണർ കിട്ടി. എൻ്റെ അല്ല ബാഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലൊരു മീൻസ് എന്താ പറയാ. എനിക്ക് ഗെയിം ഇഷ്ടമില്ലാന്ന്. അയ്യോ പോയത് പോട്ടെ. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് കിള്ളിക്കൊണ്ട് നിൽക്കുകയല്ല. വേറെ കിട്ടുവാണെങ്കിൽ ഈ ക്രീപ്പറിനെ കൊണ്ടുപോയിട്ട് ഇവൻ്റെ അടുത്ത് വെച്ച് പൊട്ടിക്കണം. തക്കൂട്ട് കാര്യം എന്താന്ന് സ്പൈഡർ ഏടാ ഈ അയരണം കെട്ടവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എൻ്റെ സോഡും പൊട്ടാറായി. കോപ്പ് അതിന് വീട്ടിൽ വേറെ ക്രാഫ്റ്റ് കൊണ്ട് വരും. അത്രേ ഉള്ളൂ. വേറെ ഒരു ദാക്ഷിണ്യവുമില്ല. നമുക്ക് ഇവന്മാരെ കൊന്നുകൊണ്ടിരിക്കാൻ നേരെ പോയിട്ട് ഒരു ഡയമണ്ട് എങ്ങനെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഭയങ്കര അടുത്തൊന്ന് വീട്ടിൽ പോകുന്നുള്ളൂ. അല്ല ഇവന്മാരുടെ കുട്ടി കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നും അല്ല. നമുക്ക് വേണ്ടത് ഡയമണ്ട് ആണല്ലോ. അപ്പോൾ ഡയമണ്ട് വേർ ഈസ് ഡയമണ്ട്? I have found nothing in the diamonds. മോനെ ഫുള്ള് ലാവിയാട്ടാ. സൂക്ഷിച്ച് കണ്ടൊക്കെ നടക്കണം. ഡയമണ്ടിൻ്റെ ഒരു പൊടി പോലും ഇല്ല ഗൈസ്. ഇവിടെ ഡയമണ്ടിൻ്റെ ഒരു
എന്താ പറയുക, ഒരു പൊടി പോലും ഇവിടെ ഇല്ല. ഈ മേലോട്ട് പോകുമ്പോൾ ഡയമണ്ട് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മേലോട്ട് പോകുമ്പോൾ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഡയമണ്ട് ഗൈസ്, നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് അയൺ കിട്ടി. ഗൈസ് നമുക്ക് അയൺ കിട്ടി. ഡയമണ്ട് 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 ഫസ്റ്റ് ഡയമണ്ട് ഒരെണ്ണം കിട്ടുള്ളൂ. ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ച് മൈൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് നേരെ ഒരു പിക്കേസ് ഉണ്ടാക്കാൻ മതി. അല്ല, 2-3 സ്കൂൾ ഉണ്ടായിക്കൊണ്ട് വരാൻ പോകുന്നുണ്ട്. ഇവന്മാരുടെ ശല്യം കാരണം മനുഷ്യന് മര്യാദയ്ക്ക് ഡയമണ്ട് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്മാർ നേരിടണമെങ്കിൽ ഒരു സൂട് വേണ്ട. സൂട് എൻ്റെ ഇല്ല. ഇപ്പം പോയ ഞാൻ തിരുത്തിരുന്നു. എനിക്ക് അയണാണ് വേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് ഉണ്ടാക്കണമല്ലോ. അയണിൻ്റെ ടൂൾസ് ഉണ്ടാക്കുന്നുണ്ട്. മൂഞ്ചി അയ്യോ, സീൻ മൂഞ്ചി ഇല്ല. വന്താ ലാപ്സ് കിട്ടുന്നുണ്ട്. ഈ സോമ്പി കുഴപ്പമില്ല. ജാവത്തെ സോമ്പിയല്ലേ എങ്ങോട്ട് കയറിയത്. ജാവത്തെ സോമ്പിയല്ലേ നമ്മളെ ഉണ്ടാക്കും. ഇനി നമുക്ക് ചത്താലോ BSC കൂടി സാധനങ്ങളുണ്ടെങ്കിൽ കൂടി തിരിച്ചു തരുന്നതായിരിക്കും നല്ലത്. ചാവണ്ട ഡയമണ്ട് എനിക്കിപ്പോൾ ചാവണ്ട. ചത്ത് ഗൈസ്. ആ ഡയമണ്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഇത്ര നേരം അവന്മാർക്കും എല്ലാം ഇതുണ്ടായിരുന്നു. ഡയമണ്ട് എടുക്കാൻ പോയി അപ്പോൾ ചത്ത്. ഇത്തിരി ആണെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. അത് കിട്ടിയ ഡയമണ്ടും കിട്ടിയ എന്തൊക്കെ എനിക്കിപ്പോൾ കിട്ടിയത് 3 ഗോൾഡ് കിട്ടി, ഒരു ഡയമണ്ട് കിട്ടി, 4 ഗോൾഡ് ഓർ കിട്ടി, 11 അയൺ കിട്ടി. ഓക്കെ, നീണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഇല്ലാതെ വെച്ച അല്ല. പിന്നെ നീണ്ടത് നമുക്ക് വാല്യബിൾസിനകത്ത് വെക്കണ്ട. പണ്ട് ഇത് വാല്യബിൾ ആയിരുന്നു, ഇപ്പോൾ ഇത് വാല്യബിൾ അല്ല. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സാഡിൽ അതൊന്നും ഇപ്പോൾ വാല്യബിൾസ് ഐറ്റംസ് അല്ല, നോർമൽ ഐറ്റംസ് ആണ്. നേരെ പോയിട്ട് നമ്മുടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ട സാധനം എന്താ? ഫസ്റ്റ് അയണല്ല. സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് അതിന് സ്മെൽറ്റ് ആക്കാനായിട്ട് 58 പ്ലാൻസും വെച്ച് കൊടുത്ത് എന്താ പറയുക, ബാക്കിയുള്ള ഓർസൊക്കെ എടുത്തിട്ട് ഇതിവിടെ 4 ഡയമണ്ട് ജസ്റ്റ് വന്നിട്ട് ഇത് ബിൽഡിംഗ് ബ്ലോക്കൊക്കെ നമുക്ക് വേണം കേട്ടോ. ഒരുപാട് വേണേ. ബിൽഡിംഗ് ബ്ലോക്കൊക്കെ ഒരുപാട് വേണം നമുക്ക്. മൂഞ്ചില്ല. ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെയല്ല. ഫുള്ള് ഇപ്പം സോഡുണ്ടാക്കാതെ പോയാണ്. ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. നമുക്കൊരു ആൻസെറ്റ് ഇപ്പം ഇപ്പോൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. എന്നിട്ട് രണ്ട് സോഡ് ഉണ്ടാക്കുക. രണ്ട് സോഡ് മൈനിങ് കോപ്പൻ്റെ എടാ ഞാൻ പിയർ കോപ്പൻ്റെ 2 സോഡ്. ഓക്കെ. ഗൈസ്, ഇത് ഒന്നാമത് പാടാണ് ഗൈസ്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യില്ല. ഓർക്കാൻ നിൽക്കുന്നില്ല. നേരെ പോവാ ഞാൻ. നേരെ പോവാണ്. ഒന്നും പറയാനില്ല കേട്ടോ. സെറ്റ് വിഷയം. പിക്കാക്സ് ഉണ്ടോ എൻ്റെ കയ്യിൽ? പിക്കാക്സ് ഇഷ്ടം പോലെ. 2 കോപ്പർ
അതൊരു സോൺ പിക്കേസ് എടുക്കും. പോയിക്കോ. ഇങ്ങനത്തെ ഒരു ഡയമണ്ട് ഉണ്ടല്ലോ ഗൈസ്, ആ ഡയമണ്ട് എടുക്കണം. ഡയമണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ റെഡ് സ്റ്റോൺ. ഓക്കെ അയൺ കിട്ടി. വേറെ കിട്ടി. ഇങ്ങോട്ട് പോയില്ലോ, നമുക്ക് ഇങ്ങോട്ട് പോയി ഡയമണ്ട് ഒന്നും കിട്ടുന്നു. ഞാൻ ഈ ഡയമണ്ട് കിട്ടുമെന്ന് പറയാൻ കാരണം ഡയമണ്ട് കിട്ടുമെന്ന് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ഡയമണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ സിംഗിൾ പേർ വെറുതെ വീഡിയോ ഇല്ലാതെ സിംഗിളായിട്ട് കളിക്കില്ല, അതിനകത്തൊക്കെ എനിക്ക് ഡയമണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് അല്ലക്ക് ഇവിടെ ഉണ്ടോ നോക്കിയതാണ്. നമുക്ക് എന്തായാലും ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരത്തെ നമ്മൾ പോയ ഡയമണ്ട് ഇല്ല കേസ്, അത് പോയി നമുക്ക് കളക്ഷൻ ചെയ്തുകൊണ്ട് വരാം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ നമുക്ക് ആ ഡയമണ്ട് പോയി നമ്മൾ കളക്ഷൻ ചെയ്തുകൊണ്ട് വരാം, വെറുതെ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ടേ. ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് പോകുക. എന്തെങ്കിലും ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കും. കാരണം ഡയമണ്ടൊക്കെ നമുക്ക് ഭയങ്കര ആവശ്യമായ സാധനമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതർപോർട്ട് ഉണ്ടെങ്കിൽ നെതറിൽ പോകണം, അതാണ് പ്ലാൻ. അടുത്ത എപ്പിസോഡിൽ നെതർപോർട്ടല്ല, അടുത്ത എപ്പിസോഡ് പ്ലാൻ നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി നമുക്ക് തുടങ്ങണം. അതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൻ്റെ പ്ലാൻ. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച വരും കേസ്, സാധ്യത കൂടുതലാണ്. വെള്ളിയാഴ്ച വീഡിയോ ഉണ്ടാവും, എല്ലാവരും മിസ്സാക്കാതെ കാണണം. നമ്മൾ സ്റ്റാർട്ടേഴ്സാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ യഥാർത്ഥ ഹൗസ് നമുക്ക് നമ്മുടെ സ്കിൽസ് കഴിയുന്ന സർവൈവ് ചെയ്യാനുള്ള ഹൗസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. ഓക്കെ, ഇപ്പം എനിക്ക് ടോട്ടൽ എത്ര ഇത് കിട്ടി? ഇപ്പം എനിക്ക് ടോട്ടൽ 4. ഞാൻ വെള്ളം തിരിച്ചെടുത്തില്ല അല്ലേ? ശിവമാര് കാരണം എനിക്ക് സ്ഥലമൊക്കെ മാറും. വരുന്ന സോംബി ഇത് ഈ സ്ഥലം മാറി ഇല്ല. സെയിം സ്ഥലം. ഞാൻ നേരത്തെ വന്നേക്കാം. ഞാൻ നേരത്തെ ഇവിടെ കിടന്ന് ഓടിയപ്പോൾ ശ്രദ്ധിച്ചില്ല. സോംബി ഇവിടെ അയണുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ അയണുണ്ടെന്ന് തോന്നല്ലോ. ഓക്കെ ഞാൻ പേടിച്ചു കൂട്ടാ. അത് എനിക്ക് കൊണ്ട് നടക്കാൻ സമയമില്ലല്ലോ. ഇവിടെ ഒന്നും ഉണ്ടോ? ഇവിടെ ഒരു തേങ്ങയില്ല. നമുക്ക് ഒരു ഡയമണ്ട് എടുക്കണ്ടേ? നമ്മളെന്താ ചുറ്റിപ്പറ്റി നടക്കുന്നത്? ഡയമണ്ടിൻ്റെ ഡസ്റ്റ് പോലും ഇല്ലല്ലോ. ഇവിടെ ഒന്നും ഡയമണ്ട് ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് കുഴിക്കാൻ എവിടെ നിന്നാ വീണ സ്ഥലം ഞാൻ എവിടെയാണ് മറന്നുപോയി. വീണ സ്ഥലം മറന്നുപോയി. സീന ഇവിടെ ഒന്നും ഡയമണ്ട് ഇല്ലല്ലോ. പിന്നെ എന്ത് കേവ് കേസ് ഇതൊക്കെ? ഡയമണ്ട് വലിയൊരു തേങ്ങയില്ല. സോംബി ഉണ്ട് അവിടെ. ഒരു ഗോൾഡിൻ്റെ പോലെയാണ്, അയണ്ട പോലെ ഗോൾഡ്. ഇതാ ഇത് ഡയമണ്ട് മൈനിങ് അല്ല, ഈ സാധാ മൈനിങ്. നമ്മൾ പോകാനായില്ല. ബേസെല്ലാം കിട്ടിയ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് പോവുക. ഗോൾഡൻ ക്യാറ്റൊക്കെ മാക്സിമം ഉണ്ടാക്കാം. ഗോൾഡൻ ക്യാറ്റ് വില്ലേജ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും, അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഏതോ ഒരു ഭാഗത്തു നിന്നാണ് വന്ന് ഇവിടെ വീണത്. വീണ ഭാഗം എവിടെയാണ്? ഇത് എൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു തോന്നുന്നു ഫോണിൻ്റെ. ഒരു പുതിയ ഫോൺ മേടിക്കണം എനിക്ക്. കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ട് എനിക്ക് വേണം പുതിയ ഫോൺ മേടിക്കാൻ. യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ ഇട്ട് വേണം പുതിയ ഫോൺ മേടിക്കാൻ.
ഏടെ ഈവമ്മ ആരെവിടെ നിന്നൊക്കെയാണോ എനിക്ക് വയ്യ, നമ്മൾ ചത്ത്. ഓഹോ ഇല്ല ഇല്ല, പറ്റിക്കപ്പെട്ടു, ഞാൻ പറ്റിക്കപ്പെട്ടു. ഈ ഡയമണ്ടൊക്കെ വളരെ റെയറായിട്ട് ഇപ്പോൾ കിട്ടുന്നതാണ്. അതിലൂടെ കുറച്ച് ഫുഡ് എടുത്തിട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ എന്തായാലും അയൺ ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത അയണാണ് കേട്ടോ. അയൺ ഞാൻ തരക്കേടില്ലാതെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫുൾ അയൺ ടൂൾസൊക്കെ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. കുഴപ്പമില്ല. അയൺ സൗണ്ട് ഉണ്ടാക്കേണ്ട അയൺ നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടിക്കോളും. കേൾക്കാനുള്ള പതുക്കെ വേണ്ടി അവൻ പതുക്കെ കുട്ടികളുള്ളൂ. കുട്ടിയാണെങ്കിൽ നമുക്ക് ശരിക്കും നോക്കുന്നത്. നമുക്കെന്തായാലും ഈ വീഡിയോ എൻ്റെ ഓഡിയോയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. കാരണം എനിക്ക് തന്നെ ചെറിയ ഡൗട്ടുണ്ട്. ഞാൻ പതുക്കെയാണ് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണമെങ്കിൽ ഓഡിയോയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അറിയില്ലല്ലോ. അത് ഇവിടെ ആണുണ്ട്. ഓക്കെ എന്നാലും ഗൈസ് അയൺ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അയൺ നമുക്കൊരു കുറവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 28 അയണൊക്കെ ഗൈസ് കിട്ടി ഒറ്റ ട്രിപ്പ്. മൈനിങ്ങുണ്ടോ ഡയമണ്ട് ഒരു സോംബി. അത് ഡയമണ്ടുള്ള സോംബിനെ കണ്ടിട്ട് ഡയമണ്ട് ഫുൾ അഡിക്ഷൻ. ഡയമണ്ട് ഇപ്പോൾ ഡയമണ്ട് എന്നാലും എനിക്കിപ്പോൾ എന്ത് കണ്ടാലും ഡയമണ്ടായിട്ട് തോന്നുന്നു. ഇതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ ഇവിടെ ഒന്നും ഡയമണ്ടിൻ്റെ ഓറില്ല. പക്ഷെ താഴെ കുറച്ച് ഗോൾഡ് ഓറുണ്ട്. അത് ഞാൻ കൊണ്ടുപോകും. കോപ്പർ മാത്രമേ ഉള്ളൂ ഗസ് ഞാൻ കൊണ്ടുപോകാത്തതിന്. കാരണം കോപ്പർ നമുക്കിനി ആവശ്യമില്ല. ആർമറായി കോപ്പറിൻ്റെ ടൂൾസ് ആയി. അതിൻ്റെ ഏജും കഴിഞ്ഞു. ഏതല്ല അതിൻ്റെ ഒരു മീൻസ് ടൈമും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കോപ്പറിൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. ഞാൻ ലാൻഡർ ഉണ്ടാക്കാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനെങ്കിൽ കോപ്പറിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് മൈൻഡ് എടുത്താൽ മതി. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ അയൺ ഫാമാണോ ഗസ്? ചാകര വെറുതെ ഇങ്ങനെ കിട്ടുന്നു. ഡയമണ്ടാണ് സോംബി അല്ലല്ലോ. എനിക്ക് ഡൗട്ട് അടി സോംബിയാണോ. ഇതിലെങ്കിലും കുറച്ചുണ്ടാവണേ ഗസ്. ഇതിലെങ്കിലും ഒരു 10 ഉണ്ടാവണമെന്ന് എനിക്ക് ഗെയിം ഇഷ്ടമല്ല. ഒയ്യോ എത്ര വെച്ചാണ് ഗസ് കഷ്ടപ്പെടുക. വയ്യ എനിക്ക്. ഞാനേ ഒന്ന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയങ്ങ് നോക്കട്ടെ. എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും. ഒന്നും ഉണ്ടാവും. നെക്സ്റ്റ് ടോർച്ച് ഇവിടെ നിന്നൊരു വണ്ടിയില്ല. ഞാനല്ല എന്ത് പറയുന്നത്. പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഏടാ ഞാൻ എൻ്റെ വല്ലതും പറയൂട്ടാ. പ്രാന്ത് പിടിക്കുന്നു കുന്തം. ഇവിടെ കുറേ ഏണൊക്കെ ഉണ്ട്. ഏണൊക്കെ കളക്ഷൻ ചെയ്യാം.
മൈനിങ് ഈസ് വെരി ബോറിംഗ് ആണ് മൈൻക്രാഫ്റ്റിൽ. മൈൻക്രാഫ്റ്റ് ഏറ്റവും ബോർ പരിപാടി മൈനിങ്, ഒരു സംശയമില്ല. ഈ മൈൻക്രാഫ്റ്റ് ആൾക്കാർ മടുക്കുന്ന എനിക്ക് മൈനിങ് അത് മേടിക്കുന്ന ഇവിടെ എന്തായാലും വെള്ളമുണ്ട്, വെള്ളം തിരിച്ചെടുത്തിട്ട് നമുക്ക് പോയാൽ ഒന്ന് നോക്കുക. ഒറ്റ ഓട്ടം എന്നിട്ട് നമ്മൾ ആ ഡയറക്ഷൻ കൊണ്ട് പോയി. പിന്നെ നമുക്ക് ആക്സിഡൻ്റ് തന്നെ പോകും. അവിടെ അതുകൊണ്ട് കുറച്ചും കൂടി ലൂട്ടൊക്കെ കിട്ടും. അയാൾ എത്ര? അയാൾ 40. അയാൾ ഡയമണ്ട് 2 ഡയമണ്ട്. അപ്പോൾ 4 5 6 ഡയമണ്ട് 6 ഡയമണ്ട്. എനിക്കൊരു പിക്കേഴ്സ് ഉണ്ടാക്കുന്ന ഡയമണ്ട് ഉണ്ട്, പിന്നെ വല്ല ആക്സ് ഉണ്ടാക്കുന്ന ഡയമണ്ട് ഉണ്ട്. ഞാൻ ആക്സ് ഉണ്ടാക്കുന്നില്ല, ആ ഡയമണ്ട് അവിടെ തന്നെ വെക്കാൻ പോകും. ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കും, ഒരു സൂടും ഉണ്ടാക്കും. എൻ്റെ ബാക്കിയുള്ളൊരു ഡയമണ്ട് വെച്ചിട്ട് വേണ്ട സോഡ് ഉണ്ടാക്കണം. എൻ്റെ കൂടെ ഉണ്ടാക്കണ്ട, ബാക്കി ഒരു ഡയമണ്ട് നടക്കുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, അടുത്ത എപ്പിസോഡിൽ അവർ റിപ്പോർട്ട് മതി. അത് കഴിഞ്ഞിട്ട് വീഡിയോ മതി. അതോ വീഡിയോ കഴിഞ്ഞിട്ട് അവർ റിപ്പോർട്ട് ചെയ്യണം. വീഡിയോ പണി അടുത്ത എപ്പിസോഡ് വീഡിയോ പണി. ഇനി എങ്ങനെ മാറ്റം എന്ന് പറഞ്ഞാൽ കമ്പനിയുണ്ട് പടയാണ്. ഒരുമാതിരി മിഷീനിൽ വീഡിയോ വെക്കുന്ന പോലെ ഇവന്മാർ അടിച്ചിരുന്നു. സ്പൂണർ എങ്ങനെയുണ്ട് ഇവന്മാരുടെ? സോംബിയുടെ സ്പൂണർ, സോംബി സ്പൂണറാണ് തോന്നുന്നത്. ഞാൻ ടോർച്ച് വെക്കുന്ന കല്ലൊക്കെ എടുത്ത് വെക്കുന്നത് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. സോംബി ഇല്ല തോന്നി, കുട്ടി സോംബി ഇല്ല, ഒരു സോംബി ഇല്ല. നേരെ പോയിക്കോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതാണ് ഈ ലാപ്സൊക്കെ. ലാപ്സൊക്കെ എടുത്താൽ ഗുണം, എടുത്തില്ലെങ്കിൽ പണി. അവന് മൈൻഡാക്കണ്ട, മൈൻഡാക്കാതെ പണി. ഈ സാമാനങ്ങൾ മൈൻഡാക്കുമ്പോഴാണ് നമുക്ക് ഉമ്മര് പണി ചെയ്യുന്നത്. കേളുക, നമ്മൾ അവിടെ സ്ഥലം വിട്ട് ഓടിപ്പോകും. അത്രയോട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആയതുകൊണ്ട് ഞാൻ മിസ് ചെയ്തെന്ന് തോന്നി. അതിനായിട്ട് ഈ എണ്ണം കൊണ്ട് സ്മെൽറ്റ് ചെയ്താലുണ്ടല്ലോ നമുക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്കൊന്ന് പിടിച്ചു വെക്കാൻ പറ്റും. അയൺ ഫാം ഉണ്ടാക്കുന്നവരെ പിടിച്ചു വെക്കാനുള്ള അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സ്റ്റാക്ക് അയൺ എനിക്ക് കിട്ടുന്ന തോന്നുന്നു. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ടോർച്ചൊക്കെ അടിച്ചു വെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ എണ്ണക്കാലത്തിലുണ്ടെങ്കിലോ ഈ വല്ല ഫാം എങ്ങാനും ചെയ്യണമെന്നുണ്ടാവുക. ഡയമണ്ട് ഫാം എന്നാൽ പിന്നെ കുറച്ച് ഉപകാരമായ ബ്രെഡാണെങ്കിൽ 35 കയ്യിലുണ്ട്. പുഴുങ്ങാൻ വെച്ചേക്കാൻ തോന്നുന്നു. അല്ല ഇവിടെ ഗോൾഡ് ഉണ്ടായിരുന്നല്ലേ. ഇതെങ്കിലും പ്ലീസ് ഒരു പിക്കേഴ്സ് ഉണ്ടാക്കേണ്ട ഫുൾ ഡയമണ്ട്. അപ്പോൾ ടോട്ടൽ 5, അപ്പോൾ 6 7 8 9 ടോട്ടൽ 9 ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അടുത്ത കളി
ഞാൻ ഇവിടെ കയറുന്നില്ല ലാവയുടെ സംഭവം. നമുക്ക് പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ സംഭവം, ഇവിടെ സംഭവം ഇവിടെ ലാവയാ, ഇവിടെ ലാവ. പോകേണ്ടത് ഒരു ഡയമണ്ട് പിന്നെ എപ്പോഴും എല്ലായിടത്തും ഡയമണ്ട് ആണ്. നമ്മൾ എന്ത് ഗെയ്സ്, ഞാൻ എനിക്ക് ഭയങ്കര ഫ്യൂജായിട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ വരാം. ഡയമണ്ട് കണ്ടാൽ നമ്മളിങ്ങനെ ഒറ്റ ഒരെണ്ണം മൈൻഡ് സെറ്റാണ് നിർത്തത്, കുഴിച്ച് നോക്കണം, എന്നാലും നമുക്ക് ഉണ്ടെങ്കിൽ കാണുകയുള്ളൂ. അല്ലാതെ കാണിക്കാം, എന്നാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവിടെ കാണിക്കാം. അയ്യോ ജസ്റ്റ് ഇപ്പം ലെവലാണ് വീണാന്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് തിരിച്ച് പോവാം. പോയിട്ട് നമ്മുടെ അവിടെ വേറൊരു സ്ഥലമുണ്ട്, അതും കൂടി നമുക്ക് ഇന്നത്തെ മൈനിങ് നിർത്താം, ഇന്നത്തെ വീഡിയോ നിർത്താം. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച നെക്സ്റ്റ് വീഡിയോ വരും. നെക്സ്റ്റ് മേലോട്ട് കയറി പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ചുറ്റി കറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, കറക്റ്റ് മേലോട്ട് കയറി പോകാൻ പറ്റും വെച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ തന്നെ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം. നമ്മൾ എനിക്ക് 12 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, ഒരു ചെറിയൊരു കണക്കുന്നതാണ്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇത് മറ്റേ സ്ഥലമല്ലേ, ഇതാണോ ഞാൻ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ സ്ഥലം? എക്സ്പ്ലോർ ഇവിടെ വേറെ കേവ് ഉണ്ട്. ഞാനിങ്ങനെ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാന്ന് കേട്ടു. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലോന്നില്ല. അപ്പോഴാണൊരു ദൈവത്തിനെ പോലെ ഒരു കേവൊക്കെ ഈ റെഡ് സ്റ്റോൺ ഇവിടെ ഒരുപാടുണ്ട്. ഞാൻ കളക്ട് ചെയ്യാതെ വെറുതെ പോവാം. ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേസ്, റെഡ് സ്റ്റോൺ ഒന്നുമില്ല, ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഫുള്ള് കളക്ട് ചെയ്യാതെ വെറുതെ പോകും. വെറുതെ എൻ്റെ മോനെ ഗൈസ് സെറ്റ് ട്ടാ, ഗൈസ് സെറ്റ് ഗൈസ്. ക്രീപ്പർ യാതൊരു കാര്യം ഒല്ലിക്കാൻ മേളിട്ട് വന്നത് ഡയമണ്ട് ഞാൻ ഗോൾഡൊക്കെ ഉണ്ട് ഗൈസ്, ഗോൾഡൊക്കെ കളക്ഷൻ ചെയ്യാം. ഈ ഷെയ്ഡ് ഇട്ട് കഴിയുമ്പോൾ ഒരുമാതിരി ഒരു ഫോഗ് വരും. ഇത് ഷെയ്ഡിൻ്റെ എക്സ്ട്രിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയ്ഡ് ഓഫായി കഴിഞ്ഞതൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ ഷെയ്ഡറൊക്കെ കുറേ പേർക്ക് ഇഷ്ടം. മീൻസ് എനിക്കൊക്കെ മൊബൈൽ സത്യം പറഞ്ഞാൽ ഷെയ്ഡ് ഇടാനൊക്കെ പറ്റും. കുറേ വിചാരിക്കും മൊബൈൽ ഷെയ്ഡ് ഇടാൻ പറ്റില്ല, പേസിൽ ഷെയ്ഡ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പുതിയതായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിന് ഇതൊന്നും അറിയില്ല. എനിക്ക് മൊബൈലിൽ നമുക്ക് ഷെയ്ഡൊക്കെ ഇടാൻ പറ്റും. അല്ലാതെ ഞാൻ എങ്ങനെ ഷെയ്ഡ് ഇട്ടേക്കുന്നു. അപ്പോൾ നമുക്ക് ഷെയ്ഡറൊക്കെ വേണമെന്ന് ഡീറ്റെയിലായ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പൊട്ടിത്തെറി ആവശ്യം ചത്തില്ല. അടുത്ത എല്ലാം ഉണ്ട് ഗൈസ്. ഞാനൊന്ന് പെട്ടേക്കുമായിരുന്നു. ഇവിടെ എൻ്റെ മൈൻഡ് ചെയ്യാനുള്ള ഗോൾഡും അവന്മാർ പൊട്ടിച്ച് ചെണ്ടികൾ. ഞാനിങ്ങനെ ചീത്ത വിളിക്കാനായിട്ട് ഒട്ടും ഇതല്ല, പക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനെ ചീത്ത വിളിപ്പിക്കുകയാണ് ഈ ഒരു മൈൻഡ് ക്രാഫ്റ്റ്. ഒന്നും പറയാതിരിക്കും, ഇവന്മാർ തോരത്തോര് വന്നുകൊണ്ടിരിക്കല്ലേ. മൈനിങ് ഗോൺ റോങ്. ചിലപ്പോൾ തമിഴിൽ ഞാൻ അങ്ങനെ ഇടും ഗൈസ്, മൈനിങ് ടുഡേ ഈസ് മൈനിങ് ഗോൺ റോങ്. അല്ല എന്നല്ല ഞാൻ എന്ത് ചെയ്യാനാ, ഫുള്ള് അവിടെയൊക്കെ ലാഭ കൊണ്ട് എൻ്റെ ഒന്നുമില്ല. അവിടെയൊക്കെ ലാഭം കൊണ്ട് എൻ്റെ ആവുകയാണ്, ഒന്നുമില്ല. ഓർച്ചിട്ട് പോട്ടെ, അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ. ഇങ്ങോട്ട് വരാതെ പോയിരുന്നെങ്കിൽ എനിക്ക് നഷ്ടം. ഇങ്ങോട്ട് വരാതെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടം. ഡയമണ്ട്
ഈ സ്വിച്ചാണ് റൺ. സ്വിച്ചാണ്. പോഷൻ സോനസും കിട്ടി. സത്യത്തിൽ ചത്തോണെങ്കിൽ നമുക്ക് എന്താ പറയുക മെയിൻ അവസരം തിരിച്ചു പോകാം. ചാവല്ലേ ഗൈസ്. അങ്ങോട്ട് പോകുന്ന റിസ്ക്കാണ്. അവിടെയാണെങ്കിൽ ഡയമണ്ട് ഉണ്ട്. എനിക്ക് ചാവാനും മനസ്സിലായില്ല. ഫുള്ള് ഹെൽത്താക്കിയിട്ട് പോയിട്ട് ഡയമണ്ട് അങ്ങ് എടുക്കണം ഗൈസ്. ഫുള്ള് ഹെൽത്താവട്ടെ എൻ്റെ വേണം പോയിട്ട് ഡയമണ്ട് അങ്ങ് എടുക്കാൻ. പകുതി ഹെൽത്തായിട്ടുള്ളൂ. ഫുള്ള് ഹെൽത്താവട്ടെ. പകുതി ഹെൽത്തായി. നമുക്ക് പോയി കഴിഞ്ഞാൽ ഡെഡ് ആവും തോന്നുന്നു. റിസ്ക് എടുക്കണ്ട. ഇത് തന്നെ ഡയമണ്ട് കളയും. ഇപ്പോൾ 10 എണ്ണം. അപ്പോൾ 14 എണ്ണമായി ടോട്ടൽ ഡയമണ്ട്. 16 എണ്ണമായി. അല്ല 15 എണ്ണമായി. ആ ഒരു ഡയമണ്ട് എടുക്കണം. നമുക്ക് ഡയമണ്ട് ടൂൾസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡയമണ്ട് ആർമൻ്റൊക്കെ നോക്കണം. ഫുള്ളാവും. ഹെൽത്ത് ഫുള്ളാവട്ടെ. ഹെൽത്ത് ഫുള്ളാവട്ടെ. ഗൈസ് പിന്നെ എനിക്ക് ഞാൻ പറയുന്ന കേൾക്കുന്ന സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. ഇന്ന് എനിക്ക് ഞാൻ കുറച്ച് ചെറുതായിട്ട് സംസാരിച്ച് തോന്നുന്നില്ലേ. അപ്പോൾ എനിക്ക് സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം കമൻറ്റ് ബോക്സിൽ. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആണ്. പൊതുവെ പോലെ ഒന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് ഇനി ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് നമുക്ക് ആണ്. ഇല്ലടാ, ദേ ഇരിക്കണ സാധനം അവിടെ. തേങ്ങ. ഈ ഡയമണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ തിരിച്ചു. നമ്മളിനി ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. മടുത്തു ഗൈസ്. എത്ര നേരം വെച്ച് നമ്മൾ അല്ലേ ഗൈസ് എത്ര നേരം വെച്ച് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു. ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം ഓണാക്കിയിട്ടാണ് വന്നത്. നേരെ തന്നെ ഓണാക്കിയിട്ടേക്കാം. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും ഗൈസ്. സൾഫർ ക്യൂബ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഈ ഗെയിമിനകത്ത് തന്നെ നമുക്ക് ഓണാക്കാൻ പറ്റും തോന്നുന്നത്. ഷോ കോർഡിനേറ്റ്സ് ഓണാക്കണം. ഷോയുടെ സ്പീഡ് ഓണാക്കണം ഗൈസ്. ഷോ കോർഡിനേറ്റ്സ് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. എടുത്തു. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് എന്താ പറയുക സൾഫർ ക്യൂബിലോട്ട് എത്താൻ പറ്റും. കാരണം ഇപ്പം നമ്മളൊന്ന് പോകല്ലോ ഗൈസ്. പിന്നെ നമുക്ക് ഈ സൾഫർ ക്യൂബിലോട്ട് നമുക്ക് നേരെ സൾഫർ ക്യൂബിലോട്ട് എത്താൻ പറ്റും. ഏതാലേ ഗൈസ് അമ്മാതിരി ലക്ക്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ കേവും കൂടി മൈൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നത്. സൾഫർ കേവ് കയറാതെ ഇനി നമ്മൾ തിരിച്ചു പോകില്ല. ഇനി സൾഫർ കേവ് കയറിയിട്ടേ നമ്മൾ തിരിച്ചു പോകുള്ളൂ. കേവ് ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത്. കേവ് എങ്ങനെയാണ് കേസ് പോകുന്നത്? താഴോട്ടാ. ഞാൻ സൾഫർ കേവ് അങ്ങോട്ട്
പോകുന്നത്. ഞാൻ ഗേസ് കുറച്ച് സമയം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചത്. ഓക്കെ, അത് നടന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. നീ തീർന്നു. പുതിയ ടോർച്ച് ഉണ്ടെങ്കിൽ എടുക്കാനുണ്ട്, ആദ്യം മറന്നു പോകരുത്. പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്ന സാധനമല്ല ഇത്. സൾഫർ, ഇത് കോൺഷ്യൽ സൾഫർ. അത് 2-3 കൊണ്ടായിരുന്നു, 4 കൊണ്ട്. ഇത് 4 നമുക്ക് കൊണ്ടുപോകാം. ഞാൻ കണ്ട ചേച്ചി വാട്ടർഫോളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു വീടൊക്കെ പോയി കണ്ടാൽ പച്ച കളർ സൾഫർ സ്പൈക്സ്. ഇവനെക്കൊണ്ടൊക്കെ തോറ്റെന്ന് പറഞ്ഞാൽ ഫുഡില്ല. എനിക്ക് തോന്നുന്നു ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ എന്താ പറയുക ക്യൂബ് മീൻസ് ഈ കേവ് കണ്ടുപിടിച്ച യൂട്യൂബർ ഞാനാണ് തോന്നുന്നു കണ്ടിട്ട്. അല്ല, എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. കാരണം ഞാൻ നോക്കിയിട്ട് മിക്ക പോപ്പുലർ യൂട്യൂബർമാരിത് കണ്ടുപിടിച്ചിട്ടില്ല. പോപ്പുലർ അല്ല, എല്ലാ യൂട്യൂബർമാരിത് കണ്ടുപിടിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനാണ് തോന്നുന്നു ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. എനിക്കതിൻ്റെ അവാർഡ് സെറ്റല്ലേ, സെറ്റാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ ചീറ്റിങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കണേ. എന്നെപ്പോലെ സർവൈവർ കണ്ടുപിടിച്ചാൽ നല്ലത്, ക്രിയേറ്റീവ് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. കാരണം എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അമ്മാതിരി സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് തിരിച്ച് പോവാം. ഇവൻ്റെ സത്യം നമുക്ക് തിരിച്ച് പോകാം. പാറമ്പ് ഊരിയ കുറച്ചും കൂടി വേഗം ചാവാൻ തോന്നുന്നു. ക്യാമറൊക്കെ പകുതിയായി. 2 കോർഡിനേറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. ഇനി ബെഡ് എടുക്കുക, നേരെ വീട്ടിലോട്ട് പോവാ ഗൈസ്. ഓക്കെ, ഞാനൊന്ന് പേടിച്ച്. ഞാൻ ഇതുവരെ പറഞ്ഞത് റെക്കോർഡായിട്ടില്ലേന്ന്. റെക്കോർഡായിട്ടുണ്ട്. അടിച്ചോ, വീട്ടിലോട്ട് വിട്ടോ. നേരെ പോവാൻ കേസ് വീട്ടിലോട്ട്. മടുത്ത് അത്ര നേരായി വരെ കേസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് 4 മണിക്ക് ഇരുന്ന 4:45. നടത്തിട്ട് ഫാൻ സ്മെൽറ്റ് അതിനകത്തുള്ള കുറച്ചുകൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്മെൽറ്റ് ആയിക്കൊള്ളുന്ന ശരിയാക്കി. 16, 20 ഡയമണ്ട്. ഈ കോഡൂടെ അടുത്തൂടെ നമുക്ക് കിട്ടിയ സ്പൈക്സ് കൂടി ഇതൂടെ ഒന്നേ ഉണ്ടാവില്ല ചിലപ്പോൾ. സിനിമ റാന്ത് കിട്ടി. ഇതിനോട് ആർമർ കൂട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ട്. പേടിക്കണ്ട കേസ്, നമ്മളൊന്നും പേടിക്കണ്ടേ. ഈ ലാപ്ടോപ്പ് നമുക്ക് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ്.
എടുത്തിട്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഫസ്റ്റ് പിക്കാക്സ് പൊട്ടുമ്പോൾ നമുക്ക് വേറെ സിസ്റ്റം എടുക്കാൻ പറ്റും. ഇത് ആക്സ് അയൺ തീർന്നു സ്റ്റിക്ക് ആക്സ് പോയി ഷവ്വലോട് ഷവ്വൽ ബാക്കിയുള്ള അയണോടെ ഈ പൊട്ടൻഷ്യൽ സൾഫർ എടുത്തിട്ട് എന്താ പറയുക ഈ ഒരു വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ക്യൂ വരുന്നുണ്ട്. വരില്ല. വരും. ഇത് മതി. ഞാൻ വെച്ച് വരില്ല വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പം അങ്ങനൊരു സംഭവം നമുക്ക് അവിടെ കിട്ടും. ഇത് മറ്റേ ചുമന്ന സാധനം വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് കുറേ സൾഫർ ഇട്ടിട്ട് ബിൽഡ് ചെയ്യാം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെറിയൊരു സാധനം കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പൈപ്പും കൂടി എടുത്ത് കുറച്ചുകൂടെ വെച്ചേക്കണ്ടായിരുന്നു. പൈക്ക് അവിടെ കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കും. കുറച്ചും കൂടി കാണാൻ ലുക്കായിട്ടുണ്ട്. ഇവിടെ ഒന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ നമുക്കിവിടെ വെച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മൈങ്ങിനെ കുറേ സ്ഥലം കണ്ടുപിടിച്ചു. ഹോപ്പ്ലി അയണാണ് ടൂൾസായി സൾഫർ കേവ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോ എടുക്കുന്നതാണ്. അടുത്ത എപ്പിസോഡ് എല്ലാവർക്കും ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും പ്ലീസ് ഔട്ട്.